ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് പച്ചരി എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടേ. അത് കുതിർത്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു മിക്സർ ഗ്രൈൻഡറിലിട്ട് നന്നായിട്ട് അടിച്ചു കേട്ടോ. വെള്ളം ചേർക്കാതെ ഞാൻ അടിച്ചത്, അതുകൊണ്ടാണ് ഇതുപോലെ പൊടിയായിട്ടിരിക്കുന്നത്. തരി തരിയായിട്ടാണ് അടിച്ചത്. അപ്പോൾ എനിക്ക് പാളയംകുടമ്പഴം കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ റോബസ്റ്റ പഴമാണ് ഇട്ടത്. ഒരു 2 പഴം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടച്ച് എടുത്തു കേട്ടോ. വെള്ളം ചേർത്തില്ല ഞാൻ, പകരം ശർക്കര ഉരുക്കി ഞാൻ ചേർത്ത് കൊടുത്തു കേട്ടോ. ഇതിൻ്റെ ഒപ്പം വെള്ളം അധികമായിപ്പോയി കഴിഞ്ഞാൽ അകം വെന്ത് കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ വെള്ളം അധികം ചേർക്കാഞ്ഞത് കേട്ടോ. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അന്നേരം ചേർക്കാം. ഞാനൊരു പാനിലാണ് കേട്ടോ ശർക്കര വഴറ്റിയെടുത്തത്. പിന്നെ 2-3 ഏലക്ക ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ജീരകം വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മൂത്തൊരു തേങ്ങ അടർത്തിയെടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തു. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് അതൊന്ന് വറുത്തെടുത്തു. കുറച്ച് വറുത്ത് മൂത്ത് കിട്ടണം കേട്ടോ, പച്ചക്കുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അതിലേക്ക് കുറച്ച് എള്ള് ചേർത്ത് കൊടുത്തു. ഞാൻ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ള എള്ള് കിട്ടും, അതും ചേർത്ത് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടിയപ്പോൾ ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ആ കൂട്ടിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്തത്. ആ നെയ്യും കൂടെ ഞാൻ അതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുത്തേ. ഞാൻ ഈ അടിച്ച് വെച്ചിരിക്കുന്ന മിശ്രിതം ഒരു 5-6 മണിക്കൂറോളം ഒന്ന് റെസ്റ്റിന് വെച്ചിട്ടോ ഒന്ന് ചെറുതായിട്ട് പൊങ്ങി വന്നതിന് ശേഷമാണ് ഞാനിതുപോലെ ഒരു ഉണ്ണിയപ്പക്കുഴിയിലെടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും രണ്ടും മിക്സ് ചെയ്താണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അത് നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ ഈ മിശ്രിതം നന്നായി ഇളക്കിയതിന് ശേഷം വേണം അതിനകത്തോട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം ഒരുപാട് ഞാനങ്ങ് വേവാൻ നിന്നില്ല. 2 പുറവും മറിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഉള്ളു വേവിച്ചെടുത്തു. ഉള്ളു വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു ചെറിയ കത്തിയോ അതല്ലെങ്കിൽ ചെറിയൊരു കമ്പി കഷ്ണം എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. തിരിച്ചെടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് മാവ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നില്ലെങ്കിൽ അത് വെന്തു എന്നാണ് അർത്ഥം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ കത്തി എടുത്തിട്ടൊന്ന് കുത്തി നോക്കി കേട്ടോ. അപ്പോൾ ഉള്ളു വെന്തു. അപ്പോൾ ഞാനതെല്ലാം തിരിച്ചെടുത്തു. ഒത്തിരി അങ്ങ് ഫ്രൈ ആവാൻ നിന്നില്ല, ഒരു ഏകദേശം ഈ ഒരു കളറായപ്പോഴത്തേക്കും ഞാൻ അങ്ങ് എടുത്തു കേട്ടോ. അപ്പം നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സ്വാദിഷ്ടമായ ഉണ്ണിയപ്പമാണ്. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയൊരു ഉണ്ണിയപ്പമാണേ. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു വെളുപ്പിന് 3 മണിക്കാണ് ഇതുപോലെ ഉണ്ണിയപ്പമൊക്കെ റെഡിയാക്കിയത്. ഞങ്ങൾ 3 പേരും കൂടിയാട്ടോ ഇന്ന് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയത്. അപ്പം ഞാനും ചാച്ചനും ഉണ്ണിയപ്പം ഉണ്ടാക്കിയപ്പോൾ ആയുഷും കൂടി എണീച്ച് വന്നു. അവളിതുപോലെ ചാച്ചൻ്റെ കഴുത്തിലൊക്കെ കയറിയിരിക്കുക കേട്ടോ. ഞാൻ അവളെ കുറച്ച് നേരം ഒന്ന് കൊഞ്ചിക്കുകയൊക്കെ ചെയ്തു. അവളെന്തൊക്കെയോ ഒച്ച ഉണ്ടാക്കുകയോ സംസാരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവൾ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. ഒത്തിരി ഒന്നുമില്ല, ചെറിയ ചെറിയ വാക്കുകൾ പറയും. നല്ല രസമാട്ടോ അതൊക്കെ കേട്ടിരിക്കാൻ. ഞാൻ ഉണ്ണിയപ്പം ഇങ്ങനെ ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് നേരം അവൾ അവിടെ ഇരുന്ന് കളിച്ചു എൻ്റെ കൂടെ. അവൾ ഉണ്ണിയപ്പമൊക്കെ പറക്കാൻ വരുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.